AJS ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പൈപ്പേൽ എങ്ങനെയാണ് ഓർക്കിഡ് വളർത്തിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡാൻസിങ് ലേഡി ഓർക്കിഡ്, അത് നമ്മൾ ഈ കോണ് പോലെ ഉണ്ടാക്കി അതിനകത്ത് ഹാങ് ചെയ്തിട്ടേക്കായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഓർക്കിഡിൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്. ആ ഓർക്കിഡ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. കാരണം അതങ്ങ് വേരെല്ലാം കൂടെ പുറ്റിയിട്ട് അതിനിയും അവിടെ വളരാൻ സ്ഥലമില്ല. അതെടുത്ത് എടുത്തിട്ട് അതിനകത്തെ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് നമ്മൾ PVC പൈപ്പിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു PVC പൈപ്പ്. ഈ പൈപ്പിൽ 4 വശവും ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പൈപ്പിലോട്ട് ഒഴിക്കുന്ന വെള്ളം ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കെട്ടി നിൽക്കാതെ ഇടയിൽ കൂടെ വെളിയിലോട്ട് ഒലിച്ചു വരും. എന്നിട്ട് ഈ പൈപ്പിൻ്റെ ഈ അറ്റം, ഇതിപ്പോൾ ഒരു 6.5 അടി നീളമുള്ള ഒരു പൈപ്പിൻ്റെ ഈ അറ്റം നമ്മൾ പേപ്പർ കത്തിച്ച് ചൂടാക്കിക്കൊണ്ട് ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പരന്ന പ്രതലത്തിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ അങ്ങ് ഒട്ടിയിരിക്കും. അപ്പോൾ വെള്ളം താഴോട്ട് പോകത്തില്ല, വെള്ളം ഇതിനകത്ത് തന്നെ നിൽക്കും. ഇനി ഇതിപ്പം കുഴിച്ചിടാനുള്ള ഭാഗമാണ് ഇവിടം വരെ. അവിടം വരെ കിഴുത്തേം വേണ്ട, ഹോളും വേണ്ട, അവിടം വരെ നമുക്ക് കയറും ചുറ്റണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതേ നമ്മൾ കയറ് ചുറ്റി കൊടുക്കും. കയറ് ചുറ്റി അതിനിടയ്ക്ക് ഓർക്കിഡ് വെച്ച് നമ്മൾ ചുറ്റിയെടുക്കാൻ പോകുന്നു. നമ്മുടെ പൈപ്പേല് നമ്മൾ ഇഴക്കയർ നമ്മൾ ചുറ്റി ഇവിടം വരെ വന്നിട്ടുണ്ട്. അവിടം തൊട്ട് ഇവിടം വരെ ഇപ്പം ചുറ്റി. ഇനിയും കുറച്ച് ഭാഗം കൂടെ ചുറ്റാനുള്ളൂ, അതും കൂടെ ചുറ്റിയെടുക്കാം. ഇത്രയും ചുറ്റി കഴിഞ്ഞിട്ട് ഇനി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കണം. അതായത് ഇങ്ങനെ എടുത്ത് ഇതിനിടയ്ക്ക് കൂടി ഇതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു മുറുക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പം അത് മുറുകി അവിടെ ഇരിക്കും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചുറ്റിയാണ്. എന്നിട്ട് ഇതിങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം, നന്നായിട്ട് അടുത്തിരിക്കാനായിട്ട് അടുപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഈ പൈപ്പ് ഇങ്ങനെ കറക്കിയാൽ മതി. ഇങ്ങനെ കറക്കി കൊടുത്താലേ നന്നായിട്ട് ചുറ്റി കിട്ടും. നമുക്ക് ഇച്ചിരി സമയം എടുത്താണെങ്കിലും ഇത് നല്ലതായിട്ട് വൃത്തിയായിട്ട് ചുറ്റി കൊടുത്താലേ ഈ കയറ് പോകാതെ ഈ പൈപ്പേൽ ഇങ്ങനെ മുറുക്കി നമുക്ക് ചുറ്റിയെടുക്കാം. പൈപ്പിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കയറ് ചുറ്റിക്കഴിഞ്ഞു. ബാക്കി ഭാഗം നിലത്ത് കുഴിച്ചിടാനുള്ളതാണ്, മണ്ണിൽ. അപ്പോൾ അവിടെ കയറ് വേണ്ട. അതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനും കയറ് നന്നായിട്ട് ചുറ്റിക്കഴിഞ്ഞു. ഈ കയറ് ചുറ്റുമ്പോഴൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിൽ കുതിർത്തോട്ട് വേണം ചുറ്റാൻ. എങ്കിലേ നമുക്ക് നല്ലപോലെ മുറുക്കി ചുറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കയറ് കെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലെ 2 സ്റ്റെപ്പ് ഓർക്കിഡ് ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. ഇത് വെച്ചിരിക്കുന്നത് ചകിരിക്കകത്താണ്. തൊണ്ട് വെച്ച് ഇത് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. തൊണ്ട് സ്ലിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് ചകിരി മാത്രം എടുത്ത് ആ ചകിരി ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിനകത്തോട്ടാണ് ഓർക്കിഡ് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ വേര് ഇതിനകത്തോട്ട് വന്നങ്ങ് ഈ ചകിരിക്കിടയിൽ അങ്ങ് പിടിച്ചോളും, എളുപ്പം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരേ അകലത്തിലാണ് ഇത് കെട്ടുന്നത്. ഇതുപോലെ ചകിരി വെക്കുക. പൈപ്പിൻ്റെ ചുറ്റിനും ചകിരി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ചരട് വെച്ച് ഇങ്ങനെ ഒന്ന് മുറുക്കി അവിടോട്ടൊന്ന് കെട്ടി വെക്കുക, ഒന്ന് ഇരിക്കാനും വേണ്ടി. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനിയും കയർ വെച്ച് കെട്ടുന്നുണ്ട്. ഇത്രയും കെട്ടിക്കഴിഞ്ഞിട്ട് കയർ വെച്ച് നമുക്ക് കെട്ടാം. ഇനി നമുക്ക് ഓർക്കിഡ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലോട്ട് കെട്ടാം. ഇതിങ്ങനെ വിതർത്തിക്കൊണ്ട് ഓർക്കിഡ് വെച്ച് കൊടുക്കാം. ഈ ചകിരിക്കുള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ചകിരിക്കകത്തോട്ട് വേര് വന്ന് അതങ്ങ് പിടിച്ചോളും അവിടെ. നമ്മുടെ
കൂടയ്ക്കകത്ത് കിടന്ന ഓർക്കിഡ് നമ്മൾ അടർത്തിയെടുത്തതായത്. അതിൻ്റെ നല്ല ഭാഗങ്ങൾ നോക്കി അടർത്തിയെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ചകിരി വെച്ചത് കൊണ്ടുള്ള ഒരു ഗുണം, ചുറ്റിനും വയ്ക്കാം. ഇത് റൗണ്ടിൽ എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ കയറ്റി വയ്ക്കാം നമുക്ക്. അതേസമയത്ത് തൊണ്ട് വെക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ ഒക്കെ വെക്കാനൊക്കത്തുള്ളൂ. ഇതാണെങ്കിൽ മുഴുവനും ഭാഗത്ത് നമുക്കിങ്ങനെ വയ്ക്കാം. ഇത്ര മതി. ഇത്രയും വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കയറിട്ടൊന്ന് കെട്ടി വെക്കുക. ഇതിവിടെ ഇങ്ങനെ ഇരുന്നോളൂ. ഇതിനി ഇപ്പോൾ ചകിരിക്കടയിലോട്ട് വേര് വന്ന് അതങ്ങ് ഉറച്ചോളും. പൂ ഉണ്ടാകുമ്പോൾ ഇത് കൂടുതൽ നീളത്തിൽ പൂ പോകത്തില്ല. അതുകൊണ്ടാണ് ഈ അകലത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി ഒരു 2-3 സ്റ്റെപ്പ് കൂടെ വെക്കാനുണ്ട് നമുക്ക് ഈ തൂണയിൽ. നമ്മുടെ പൈപ്പിൽ നമ്മൾ 1, 2, 3, 4, 5, 6 തട്ടായിട്ട് 6 സ്റ്റെപ്പായിട്ട് നമ്മൾ ഓർക്കിഡ് ചകിരിക്കകത്ത് നട്ട് കഴിയും. അത് കഴിഞ്ഞ് നമ്മുടെ പൈപ്പ് കൊണ്ടിവിടെ ഗാർഡൻ്റെ ഒരു സൈഡിൽ കുഴിച്ചിട്ട് അവിടെ നിർത്തിയിരിക്കുക. ഇതിനി ചുവട് പിടിച്ച് വന്ന് പൂത്ത് കഴിയുമ്പോൾ അടുത്തത് നമുക്ക് കാണിക്കാം. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. Thank you.